ഹായ് ഗായ്സ്, ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇത്രയും ദിവസത്തിന് ശേഷം എന്നും മഴയല്ലേ, മഴ തോരാത്ത മഴയല്ലേ. പക്ഷെ ഇന്ന് നല്ല അടിപൊളി വെയിലാണ് കേട്ടോ. നല്ല സൂപ്പർ വെയിലാണ് രാവിലെ തൊട്ട്. അതുകൊണ്ട് നല്ല നല്ല കാറ്റുവാ. ഈ കാറ്റിനെ എന്താ പറയുക, ഈ മഴയെ കാറ്റ് കൊണ്ടുപോകാന്നല്ലേ പറയുന്നത്. പറയുന്നതുകൊണ്ട് നല്ല കാറ്റാണ് ഇവിടെ, നല്ല കാറ്റ്. എന്താ കാറ്റത്ത് ഞാൻ വെയിലത്ത് ഉണക്കാനിട്ട് തുണിയൊക്കെ പറന്ന് അതിലിരിക്കുമ്പോൾ ചുരുണ്ട് കിടപ്പുണ്ട്. ഞാൻ സാറൊക്കെ ഇതൊക്കെ ഞാൻ നല്ല നേരെ വിരിച്ചിരുന്ന തുണിയാണ്. നല്ല കാറ്റായിരുന്നു. എല്ലാം പറന്ന് ഓരോ മൂലയ്ക്കായിട്ട് പോയി കണ്ടോ തുണിയൊക്കെ. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇറക്കി എടുക്കണം. മൊത്തം പൊടിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് കാറ്റായിരുന്നു, നല്ല കാറ്റായിരുന്നു, നല്ല സൂപ്പർ കാറ്റായിരുന്നു. മഴ ഇല്ലാത്തതിന് എന്നും മഴയല്ലേ, മഴയില്ലാത്തതിൻ്റെ സന്തോഷമുണ്ട് ഇന്ന്. കാരണം ഇന്ന് പേരയ്ക്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റി. ഒത്തിരി ദിവസത്തിന് ശേഷം എല്ലാം ഒന്ന് തുടയ്ക്കാനും വൃത്തിയാക്കാനും പറ്റി. അല്ലെങ്കിൽ ഇവിടെ ഈർപ്പം, മഴ ആയി കഴിയുമ്പോൾ ഈർപ്പം കാണാം. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് തുടയ്ക്കാനും ഒന്നും പറ്റത്തില്ല. ഇന്ന് അടുക്കളയും തിന്നെയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി. അന്നേരം അതൊക്കെ ഞാൻ കാണിക്കാവേ. തുണിയെല്ലാം ഞാൻ പിറക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അടുക്കളയൊക്കെ തുടച്ച് വളരെ മനോഹരമാക്കി ഇട്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് ചവിട്ടി തൂക്കുന്ന തുണിയൊക്കെ ഇന്ന് നനച്ചുണങ്ങിയതാണ്. ഇപ്പം കണ്ടോ, ഇതെല്ലാം എൻ്റെ ഓരോ ടിന്നുകളാണ്. ഇതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുപ്പികളാണ്. കണ്ടോ, നല്ല ലാഭമായിരുന്നു ഈ കുപ്പികൾ. ഇത് 24 ഇത്ര ചെറുതും വലുതായിട്ടുള്ള കുപ്പികൾ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മനോഹരമായിട്ട് ടിന്നുകളൊക്കെ വെക്കാൻ പറ്റിയില്ല. ഞാൻ കാപ്പിയാണ് ഇട്ടിട്ട് ഹാളൊക്കെ ഇന്നത് നല്ല വൃത്തിക്ക് തുടച്ചിത് നല്ല വൃത്തിക്കാനിട്ടു. ഇതിപ്പം ഞാൻ പെരട മടക്കുന്ന പിറക്കിക്കൊണ്ട് തുണിയില്ല, അത് ഈ സെറ്റിയിലോട്ട് കൊണ്ടിട്ടതാണ്. അങ്ങനെ കാപ്പി കുടിക്കുകയെന്നേ. നല്ല കാപ്പി ചൂട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. അയ്യോ, ഇനി ഞാൻ നാളത്തേക്കുള്ള ഉഴുന്നും പച്ചരിയും വെള്ളത്തിൽ ഇടട്ടെ. ദോശ ഇഡലി ഉണ്ടാക്കാൻ വൈകിട്ട് അരയ്ക്കാമല്ലോ രാത്രിയിലെ. അരച്ചിട്ട് നാളെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ വെള്ളത്തിൽ ഇടട്ടെ. പച്ചരിയേ ഇനി ഒരു ഗ്ലാസ് പച്ചരി ഇടുന്നുള്ളൂ. ഒത്തിരി ഒന്നും ഇടുന്നില്ല. ഈ താഴ്പ്പ് ഒത്തിരി ഒന്നും ഇടുന്നില്ല, ഒരു ഗ്ലാസ് ഇടുന്നല്ലേ. ഇപ്പം കറണ്ട് പോയിട്ടുണ്ട്. ഇനിയും പിന്നെ വരാതിരിക്കത്തില്ല. ഇപ്പോൾ ഈ കുറച്ച് നേരമായിട്ട് വന്നും പോയി കറണ്ട് നിൽക്കുക. എന്നാലും ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ഉഴുന്നും കൂടെ ചേർത്ത് നമുക്ക് വെള്ളത്തിൽ കൊടുക്കാനിടാം. അര ഗ്ലാസ് ഉഴുന്ന് ഓരോ കണക്കാണ് ഞാൻ എടുക്കുന്നത്. അര ഗ്ലാസ് ഉഴുന്നും കൂടി ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് 2-3 ഉലുവയും കൂടി ഇടാം. അന്നേരം നല്ല മയം കിട്ടും. കണ്ടു, ഇതൊരു ശകലം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിക്കട്ടെ. അങ്ങനെ വെള്ളം തീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉതിർന്ന് കഴിയുമ്പോൾ രാത്രിയിൽ അരയ്ക്കും. എന്നിട്ട് നാളെ രാവിലത്തേക്ക് പുളിക്കുമല്ലോ. എന്നാലും ദോശ ഇഡലി എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ വെള്ളത്തിട്ടിട്ടുണ്ട് അരി ഉഴുന്നു. ഇനിയും കുളിക്കണം. അങ്ങനെ കുറച്ച് പണിയൊക്കെ കിടപ്പുണ്ട്. ഇനിയും കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് കാണാവേ. കുളിയൊക്കെ കഴിഞ്ഞു ഗായ്സ്. വിളക്കൊക്കെ കത്തിരി കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്കിനി അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ട്. അന്നേരം അടുക്കളയിലോട്ട് പോകാം. അരിയൊക്കെ അരയ്ക്കാം. അരി അരയ്ക്കാനുണ്ട്. എന്നിട്ട് അരി അരയ്ക്കട്ടെ. അങ്ങനെ അടുക്കളയിൽ വന്നു. പച്ചരിയൊക്കെ വെള്ളത്തിയിട്ട് നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. അന്നേരം പച്ചരിയൊക്കെ ഉഴുന്നും പച്ചരിയും കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അന്നേരം ഇതിനെ അരച്ചെടുത്തിട്ട് കാണാവേ. അരിയൊക്കെ അരച്ചെടുത്ത് ഗൈസ്, കണ്ടോ. അന്നേരം ഇനിയിപ്പം നാളത്തേക്ക് നല്ല ദോശ ഇഡലി ഉണ്ടാക്കാം. അങ്ങനെ പാല് കാച്ചാനുണ്ടായിരുന്നു, പാലും കാച്ചി. കണ്ടോ. അന്നേരം ഇന്നത്തെ പരിപാടിയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അന്നേരം ബൈ.